ശ്രീമൻ നാരായണീയം ദശകം 28 ലക്ഷ്മീ സ്വയംവരവും അമൃത പ്രാദുർഭാവവും. വൃത്തം വസന്തമാലിക. ശ്ലോകം 1. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്വിജഗാളകാളകൂടം അമരസ്തുതിവാദമോദനേഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം. കഴിഞ്ഞ ദശകത്തില് അവസാനത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭഗവാൻ ഒറ്റയ്ക്ക് പാലാഴി കടയുന്നത്. ആ സമയത്ത് ഭഗവാൻ 1000 കൈകൾ ഉണ്ടായിരുന്നു എന്നും എല്ലാ കൈകളും ഉപയോഗിച്ചാണ് ഇവിടെ കടച്ചിൽ നടത്തിയത് എന്നുമാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇനി പാലാഴി മഥനത്തില് ആദ്യമായിട്ട് കാളകൂടം എന്ന വിഷമാണ് ഉണ്ടായത് എന്ന് പറയാം. പുരസ്താത് ഉദധേ. ഇവിടെ ആദ്യമായിട്ട് സമുദ്രത്തിൽ നിന്ന്, ഇവിടെ ജലധേ എന്ന് പറഞ്ഞാലും സമുദ്രമാണ്. ഇവിടെ ശരിക്കും ജലധേ എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞ. പുരസ്താത് ജലധേർ ഉദ്വിജകാള കാളകൂടം. അപ്പൊ ജലധേ, ആ ജലധേ എന്ന് പറഞ്ഞാൽ ഇവിടെ സമുദ്രമാണ്. അപ്പൊ ആദ്യമായിട്ട് സമുദ്രത്തിൽ നിന്ന് തരള അനലം, തരള ഇവിടെ ഇളകുന്ന, അനലം, അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ഇവിടെ അഗ്നിജ്വാലകളോട് കൂടിയ, ഇളകുന്ന ആ അഗ്നിജ്വാലകളോട് കൂടിയ കാളകൂടം, കാളകൂടം എന്ന ആ വിഷം ഉദ്വിജകാള പുറത്തേക്ക് വന്നു. പാലാഴി അങ്ങനെ അതിശക്തിയായിട്ട് ഭഗവാൻ 1000 കൈകളെ കൊണ്ട് കടഞ്ഞപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് കാളകൂട വിഷം വന്നു. ഇനി ദേവന്മാരെല്ലാവരും കൂടെ കൂടി പരമശിവനെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ആ സമയത്ത്. കാരണം ഈ വിഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവനും, ഭൂമിയിലേക്ക് എവിടെയെങ്കിലും ഒന്ന് പതിച്ചാൽ ലോകം മുഴുവനും നശിക്കും എന്നാണ് പറയപ്പെടുന്നത്. പ്രപഞ്ചം മുഴുവനും ഇല്ലാതാകും. ഇവിടെ ദേവന്മാരുടെ ആ സ്തുതി കേട്ട് പരമശിവൻ ആ വിഷത്തെ പാനം ചെയ്യുകയാണ്, കുടിക്കുകയാണ്. ഗിരിശ, പരമേശ്വരൻ. ഗിരിശ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൽ ശയിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ ശ്രീ പരമേശ്വരൻ അമര സ്തുതിവാദമോദ നിഘ്ന, അമരന്മാരുടെ അതായത് ദേവന്മാരുടെ സ്തുതി വചനങ്ങൾ കേട്ട് ഉണ്ടായ മോദം, സന്തോഷം, ആ സന്തോഷ മോദനിഘ്ന, സന്തോഷത്തിന് അധീനനായിട്ട്, സന്തോഷിക്കുന്നവനായിട്ട്, തത് ആ വിഷത്തെ, കാളകൂടം എന്ന ആ വിഷത്തെ, ഭവത് പ്രിയാർത്ഥം അവിടുത്തെ പ്രീതിക്ക് വേണ്ടി, ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ പ്രീതിക്ക് വേണ്ടി നിപപൗ പാനം ചെയ്തു. അങ്ങനെ ശ്രീപരമേശ്വരൻ ആ കാളകൂട വിഷത്തെ എടുത്ത് കുടിക്കുവാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ ഒരു കഥ ഉണ്ട്. കുടിക്കുവാൻ തുടങ്ങിയപ്പോൾ പാർവതി വേഗം വന്ന്
ആ കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു എന്നാ പറയുന്നത്. ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാതെ, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ ഭഗവാൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി, ആ സമയത്ത് പുറത്തേക്ക് വീണാലോ എന്ന് കരുതി മഹാവിഷ്ണു വായിന്റെ ഭാഗവും കൈകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചു എന്നൊരു കഥയുണ്ട്. എന്തായാലും കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഭഗവാന്റെ ആ കണ്ഠത്തില് ആ വിഷം അവിടെ അങ്ങോട്ട് ഉറച്ചു, ഒരു നീല നിറമായി കഴുത്തിന്റെ ഭാഗം. അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്നുള്ള പേരുണ്ടാവുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധം 7-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകം മുതൽ 8-ാം അധ്യായം 35-ാമത്തെ പദ്യം വരെ ഉള്ള ആ ഭാഗങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.